ഇതിപ്പോൾ ഒരാളായിരുന്നെങ്കിൽ ഓക്കെ എല്ലാവരും വിശ്വസിച്ചേനെ. ഇതിപ്പോൾ ഓവറാക്കി ചളവാക്കിയ പോലെ ആയി. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരങ്ങൾ കാണാൻ ആരാധകർ ഗാലറിയിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സി കെ വിനീത് രംഗത്ത് വന്നപ്പം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് മാതൃഭൂമിക്ക് കൊടുത്ത അഭിമുഖത്തിനും സി കെ വിനീത് കുറച്ച് തുറന്ന പറച്ചിലുകളൊക്കെ നടത്തിയപ്പോൾ നമ്മൾ വിശ്വസിച്ചു. പുതിയ താരങ്ങൾ, ആരാധകർ ഗാലറിയിലേക്ക് വരേണ്ട മോറൽ റെസ്പോൺസിബിലിറ്റി, ആരാധകരെ ഉദ്ഘോഷിക്കാൻ പഴയ താരങ്ങൾ വന്നതാണെന്ന്. ഓക്കെ, സന്തോഷമാണ്. സി കെ വിനീത് വന്നു, മനോവിനെതിരെ പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൂന്നാമത്തെ സീസണിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് റാഫിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി വന്നപ്പോഴത്തേക്ക് കാര്യങ്ങൾ ഏതാണ്ട് ധാരണയിലെത്തിയിട്ടുണ്ട്. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെയുള്ള മത്സരം കാണാൻ ആരാധകർ ഗാലറിയിലേക്ക് വരണം എന്നാണ് മുഹമ്മദ് റാഫിയുടെ പ്ലീ. സി കെ വിനീത് വന്നു, പിന്നെ റാഫി വന്നു, ഇനിയും ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. ഇങ്ങനെ പഴയ താരങ്ങൾക്കെല്ലാം ഒറ്റയടിക്ക് ബ്ലാസ്റ്റേഴ്സിനോട് സ്നേഹം, അവരെല്ലാം മുഹമ്മദ് റാഫിയും ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയത് നമ്മൾ കണ്ടതാണ്. ഇവരെല്ലാം ഇങ്ങോട്ട് പെട്ടെന്ന് കയറി വന്നിട്ട് കളി കാണാൻ വരണമെന്ന് പറയുമ്പം അതിനകത്ത് മാനേജ്മെൻറ്റിൻ്റെ ഇടപെടലുകൾ നമ്മൾ കാണാതിരിക്കാൻ പറ്റത്തില്ലോ. എന്തേലും ആയിക്കോട്ടെ, അവർ ചിലപ്പം മാനേജിൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചോ വാങ്ങിക്കാതിരിക്കോ നമുക്കറിയത്തില്ല, വാങ്ങിച്ചോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ നിരന്തരം പഴയ താരങ്ങൾ നിങ്ങൾ ഗാലറിയിലേക്ക് വരൂ എന്ന് ഉദ്ഘോഷിക്കുന്നതിനകത്ത് എന്തൊക്കെയോ ചില പൊരുത്തക്കേടുകൾ എനിക്ക് തോന്നുന്നുണ്ട്. മറ്റേ ഇല്ല അരിവാണത്തിനെ പോലെ ഞാനിരുന്ന് പരദൂഷണം പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ പോലും എൻ്റെ ഒരു തോന്നൽ ഞാനങ്ങ് പറയുന്നേ ഉള്ളൂ. മറ്റേ സീക്രട്ട് ഫുഡ് ഉണ്ടല്ലോ പരദൂഷണം കാറിലിരുന്ന് പറയുന്നത്, അവനെ ഉദ്ദേശിച്ച്.